ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ടാപ്പ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഭിത്തിയിലേക്ക് നനവ് വരാതെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ പുറത്ത് കൊടുത്തിരിക്കുന്ന ടാപ്പാണ്. ഈ ടാപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന സിസ്റ്റം തന്നെ വ്യത്യാസമുണ്ട്. അതായത് ഭിത്തിയോട് ചേരാത്ത രീതിയിൽ ഭിത്തിയിൽ നിന്ന് മാക്സിമം അകലത്തിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നീറ്റായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ, അതായത് അതിൻ്റെ അരവണ്ണം കാണാൻ ജസ്റ്റ് കാണാം, അതായത് അതിൻ്റെ താഴെ കാണാൻ സാധിക്കും. അതായത് അതിൻ്റെ ഈ ഗ്യാപ്പ് ഭിത്തിയിൽ നിന്ന് ഏകദേശം 2 ഇഞ്ചോളം 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ടാപ്പ് കൊടുത്തിരിക്കുന്നത്. ടാപ്പ് നമ്മൾ വെറുതെ അല്ല കൊടുത്തിരിക്കുന്നത്, അത് സ്റ്റെമ്പ് ചെയ്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 2 ഇഞ്ച് പൈപ്പ് ആദ്യം നമ്മൾ അതിലിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് 3/4 ഇഞ്ച് പൈപ്പ് ഇട്ടതിന് ശേഷം ആ പൈപ്പ് ഡയറക്റ്റ് ഇതിലേക്ക് കയറി വന്ന് PN60 എൽബോ ഇട്ട് പുറത്തേക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ടാപ്പ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാപ്പ് ഒരിക്കലും ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ഈ 2 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിൽ ആദ്യമേ തന്നെ നമ്മുടെ എംസാൻഡും സിമൻറ്റും ഉപയോഗിച്ചിട്ട് പരിക്കനാക്കി ഡ്രൈ ആയിട്ട്, അത് അധികം വെള്ളമില്ലാത്ത രീതിയിൽ പരിക്കനായിട്ട് ഫില്ല് ചെയ്ത് നിറയ്ക്കുന്നു. ഫില്ല് ചെയ്ത് നിറച്ചതിന് ശേഷം ടോപ്പ് നല്ല ക്ലിയർ ആക്കി ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ പൈപ്പ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് കോൺക്രീറ്റിലാണ് ഉറപ്പിക്കുന്നത്. അതിൻ്റെ താഴെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം കോൺക്രീറ്റിൽ നമ്മൾ ഉറപ്പിക്കും. അപ്പോൾ സ്റ്റെമ്പ് ഹൈ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ എത്ര പിടിച്ച് വലിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും ഒടിഞ്ഞു പോരാത്ത രീതിയിൽ ഹൈ സ്ട്രോങ് ആയിട്ട് നമുക്കൊരു സെപ്പറേഷൻ എന്ന രീതിയിൽ ഒരു കുറ്റി, വളരെ സ്ട്രോങ് ആയ ഒരു കുറ്റി നിൽക്കുന്ന പോലെ തന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ നീറ്റായിട്ടിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭിത്തിയിൽ നിന്ന് അകന്നിരിക്കുന്നു. കാരണം പല വീടുകളിലും നമ്മൾ കണ്ടേക്കുന്നത് അപ്പോൾ ഭിത്തിമ ഓൾറെഡി സാഡിൽ ചെയ്താണ് ഈ ടാപ്പ് വയ്ക്കുന്നത്. ഈ ടാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ വരുന്ന വെള്ളം ആ ഭിത്തിയിലേക്ക് തെറിച്ച് ഓൾറെഡി അവിടെ വളരെ നല്ല രീതിയിൽ പൂപ്പലായി വരിക. അതുപോലെ തന്നെ ആ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ നനവ് ഭിത്തിയുടെ അകത്തേക്ക് വലിക്കുന്നത് കാണാൻ സാധിക്കും. ഭിത്തിയുടെ എപ്പോഴും നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭിത്തിയുടെ അകത്തും ആ നനവ് ഫീൽ ചെയ്യും. അത് ഭാവിയിൽ അത് വളരെ ഒരു പൂപ്പലായി പിടിച്ച അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതും നമുക്ക് മാക്സിമം ഒഴിവാക്കി നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഉണ്ടോ, സ്റ്റെമ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു ടാപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ ഭിത്തിയിലേക്ക് ഒരിക്കലും തെറിക്കില്ല. ഭിത്തിയിലേക്ക് തെറിക്കാതെ താഴേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഭിത്തിയിൽ നിന്ന് മാക്സിമം ഒരു തുള്ളി വെള്ളം പോലും ഭിത്തിയിലേക്ക് തെറിക്കാത്ത രീതിയിൽ താഴെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭിത്തിമയുള്ള നനവ് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭിത്തിമ എപ്പോഴും പൂപ്പലായി പിടിക്കുന്ന അവസ്ഥ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ആ ടാപ്പിൻ്റെ ഏരിയ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് നമുക്ക് വീടുകളിൽ തന്നെ ഇതുപോലെ സ്റ്റെമ്പ് ചെയ്ത് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. 3/4 ഇഞ്ച് പൈപ്പാണ്. 3/4 ഇഞ്ച് പൈപ്പ് നമ്മൾ PN60 എൽബോ കാര്യങ്ങൾ ഒട്ടിച്ചിട്ടതിന് ശേഷം അണ്ണിലൂടെ വരുമ്പോൾ 2 ഇഞ്ചിൻ്റെ പൈപ്പാണ് മുകളിൽ എടുത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കോൺക്രീറ്റിലാണ് ഉറപ്പിക്കുന്നത്. ഈ 2 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പരിക്കനിട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് നമ്മളൊന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ.